എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമത്രയോ ആശ്ചര്യം. നിന്റെ പാവശാപങ്ങൾ നീക്കിയും ജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55-ാം സങ്കീർത്തനം 8-ാം വാക്യം. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഒഴിവാക്കുവാൻ ആർക്കും കഴിയുകയില്ല. ചിലപ്പോൾ അത് രോഗത്തിൻ്റെ രൂപത്തിലാകാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, മറ്റു ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം. ഇങ്ങനത്തെ ജീവിത അനുഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയും തളർത്തുകയും ചെയ്യാം. എന്നാൽ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനേക്കാൾ വലിയവനായ ദൈവം നമുക്കുണ്ട് എന്നാണ്. ദാവീദ് ഓടിപ്പോകുവാൻ ശ്രമിച്ചത് ദൈവം ഒരുക്കിയ സുരക്ഷിതമായ സങ്കേതത്തിലേക്കാണ്. വിശ്വാസിയുടെ യഥാർത്ഥ സങ്കേതം ദൈവത്തിൻ്റെ സന്നിധിയാണ്. മനുഷ്യർ മാറാം, സാഹചര്യങ്ങൾ മാറാം, ലോകം നമ്മെ നിരാശപ്പെടുത്താം, എന്നാൽ ദൈവം ഒരിക്കലും മാറുന്നില്ല. അവിടുത്തെ സ്നേഹവും കരുതലും വിശ്വാസവും എന്നേക്കും നിലനിൽക്കുന്നതാണ്. കൊടുങ്കാറ്റുകൾ വരുമ്പോൾ പലരും സ്വന്തം കഴിവിലും സമ്പത്തിലും സഹായങ്ങളിലും ആശ്രയിക്കാം. എന്നാൽ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാനാണ്. പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ അഭയസ്ഥാനത്തിലേക്കുള്ള വഴി. ദൈവവചനമാണ് ഭയത്തെ ജയിക്കുന്ന ശക്തി. പരിശുദ്ധാത്മാവാണ് കലങ്ങിയ ഹൃദയത്തിന് സമാധാനം നൽകുന്ന ആശ്വാസകൻ. കൊടുങ്കാറ്റിൽ വേരുറച്ച വൃക്ഷം കൂടുതൽ ശക്തമാകുന്നതുപോലെ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന വിശ്വാസിയും ആത്മീയമായി വളരുന്നു. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിയെത്തുക. അവൻ നമ്മുടെ കണ്ണുനീർ കാണുകയും നമ്മുടെ നിലവിളി കേൾക്കുകയും തക്ക സമയത്ത് വിടുതൽ നൽകുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികൾ എന്നെ തളർത്തിക്കളയാതെ നിന്നിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.